ഹായ് എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മുവാട്ടായ് വാരിയറായ വിജിത് മാസ്റ്ററാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, എന്താണ് ഈ മുവാത്തായ്? ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ പലതും കാണുമ്പോൾ എല്ലാം എനിക്ക് ഒരേപോലെ ആയി തോന്നുന്നത്. അപ്പോൾ എന്താണ് ഈ മുവാത്തായ്? മുവാത്തായ് എന്ന് പറയുന്ന ഒരു ഫൈറ്റാണ്, ഒരു അറ്റാക്കിങ്, ഒരു ഈ കരാറ്റ, പിന്നെ ജൂഡോ, റെസ്ലിങ്, അങ്ങനെ വരുന്ന ഒരു ഇതാണ് ഒരു മുവാത്തായ് എന്ന് പറയുന്ന ഒരു ഇത്. മുവാത്തായ് എന്ന് പറഞ്ഞാൽ ഈ എൽബോസും നീസും അങ്ങനെ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അത് മാത്രമല്ല പഞ്ചസും അങ്ങനെ ആഡ് ചെയ്തിട്ട് എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ മുവാത്തായ് എന്ന് പറഞ്ഞാൽ മൊയ്ബോറോൺ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ മുവാത്തായ് എന്ന് പറഞ്ഞാൽ പണ്ട് വാറിന് വേണ്ടി ഉപയോഗിച്ച ഒരു ഇതാണ്. തായ്ലാൻഡിൽ അങ്ങനെ വാറിന് വേണ്ടി ആദ്യം അങ്ങനെ ഇതാക്കി അതങ്ങനെ മാർഷൽ ആർട്സ് ആയിട്ട് മാറി അങ്ങനെ തായ്ലാൻഡിലെ ഒരു കലയാണ് മുവാത്തായ്. പിന്നെ അങ്ങനെ സ്പോർട്സിൽ വന്ന് കുറേ ഓർഗനൈസേഷനൊക്കെ തുടങ്ങി അങ്ങനെ ഇതായി. ഇന്ത്യയിലും പിന്നെ വേൾഡ് ഫുള്ളിലും മുവാത്തായ് ഇപ്പോൾ ഒരു വലിയൊരു സ്പോർട്ടാണ്. വേൾഡിൽ ഒരു വലിയ സ്പോർട്ടാണ് മുവാത്തായ്. അപ്പോൾ ഇപ്പൊ മാസ്റ്റർ മുവാത്തായിൽ എങ്ങനെ വന്നു? ലൈക്ക് എങ്ങനെയാണ് ഡിസിഷൻ എടുത്തത്? ഞാൻ മുവാത്തായിൽ ആദ്യമായിട്ട് വന്നില്ല. ഞാൻ ആദ്യം കരാറ്റയിലും ഇങ്ങനെ ടേക്വോണ്ടോ ഇങ്ങനെ പഠിച്ച. പിന്നെ എൻ്റെ അച്ഛൻ ഫാദർ കരാറ്റയിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലം മുമ്പ് അച്ഛനിങ്ങനെ ക്ലാസ് എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കരാറ്റയിൽ അങ്ങനെ ബേസ് ചെയ്ത് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ബോക്സിങ്ങിന് തുടങ്ങിയതാണ്. ബോക്സിങ് തുടങ്ങി പയ്യെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങനെ കിക്ക് ബോക്സിങ്ങിലോട്ട് മാറി. പിന്നെ മുവാത്തായ് വന്നതാണ്. അങ്ങനെയാണ് മുവാത്തായിലോട്ട് ഞാൻ വന്നത്. പിന്നെ മുവാത്തായിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മുവാത്തായ്. എന്ന് വെച്ചാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു നല്ലൊരു സ്പോർട്ടാണ്. നമുക്കത് ഫൈറ്റ് ചെയ്യുന്നതും ടെക്നിക്കലായിട്ടുള്ള ഫൈറ്റും കുറേ ഒരു ഐഡിയാസ് ഉണ്ടാവും ഫൈറ്റ് ചെയ്യുന്നപ്പോൾ. നല്ലൊരു ഗെയിമാണ് മുവാത്തായ്.